എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അപ്പോഴും അള്ളാഹുവിൻ്റെ കരുണ വേണം. ഖബറിനൊരു സ്വഭാവമുണ്ട്. ഏത് ജനാസ കൊണ്ടുവച്ചാലും ഖബറ് ഞെരുക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ജയിലിൽ പോയ ആൾക്കാർ പറയാറുണ്ട്, അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. ഈ ജയിലിൽ പോയവർ പറയാറുണ്ട്, ജയിലിലേക്ക് കയറുമ്പോൾ നടയടി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന്. വലത് കാല് വെച്ച് കയറും ചിലർ. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരെ ഒരു തല്ല് തരും. എന്തിനാ സാറേ തല്ലി എന്ന് ചോദിച്ചാൽ ചോദിക്കും, നീ എന്താണ് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ വലത് കാലൊക്കെ വെച്ച് കയറുന്നു? എന്നാൽ പിന്നെ ഇടത് കാല് വെച്ച് കയറാം. ഇടത് കാല് വെച്ച് കയറി അപ്പോഴും തല്ല് കിട്ടും. ഇതെന്താടാ നശിച്ച സ്ഥലമാണോ? അപ്പോൾ വലത് കാല് വെച്ച് കയറിയാലും അടി, ഇടത് കാല് വെച്ച് കയറിയാലും അടി. എന്നാൽ രണ്ട് കാലും വെച്ച് ചാടി കയറിയ സർക്കസ് കാണിക്കുന്നെന്ന് പറഞ്ഞ് അപ്പോഴും തരും. അപ്പം എങ്ങനാലും ഒന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഖബറിൻ്റെ ഒരു സ്വഭാവം, ആരെ ഖബറിൽ കൊണ്ടുവച്ചാലും ഖബർ ഞെരുക്കുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി